മറ്റൊരു വാർത്തയിലേക്ക്. പ്രചാരണ രംഗത്തുടനീളം സ്ഥാനാർത്ഥിയില്ലെങ്കിലും CPM-ന്റെ ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഉയർത്താൻ പാർട്ടി പണിപ്പെടുന്ന മണ്ഡലം. തിരക്കുകൾക്കിടയിലും സ്ഥാനാർത്ഥി എത്താത്തത് മൂലം മണ്ഡലത്തിന്റെ മുക്കും മൂലയിലും പ്രചാരണം എത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അണികളും നേതാക്കളും. സാങ്കേതിക വിദ്യ പോലും സാക്ഷ്യം പറയുന്ന സത്യത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം. വികസന നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂര. കെയർഫോണിലൂടെ സാധാരണക്കാരന്റെ വീട്ടിലും അതിവേഗ ഇന്റർനെറ്റ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഹൈടെക് ക്ലാസ് മുറികളും വഴി തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാവുക 2-3 ദിവസം. എങ്കിലും CPM-ന് ഷുവർ ബെറ്റാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂരിപക്ഷം ഉയർത്താൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന മണ്ഡലം. പിണറായിയുടെ അസാന്നിധ്യമൊന്നും ഇവിടുത്തെ CPM നേതാക്കൾക്കും അണികൾക്കും പ്രശ്നമല്ല. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ഓരോ വീടുകളിലും പ്രവർത്തകർ എത്തിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാരിന്റെ വികസനവും ധർമ്മടത്ത് MLA എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളും എടുത്തുകാട്ടുന്നു. MLA-ൻ്റെ ഒരു കുറവ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കരുതിയത് അങ്ങനെയാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ മണ്ഡലത്തിൽ വരാൻ പറ്റില്ല, മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു നമുക്കെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അത് വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ മാത്രമല്ല, മണ്ഡലത്തിൽ വരുമ്പോൾ നിശ്ചിത സമയം MLA-യുടെ ഓഫീസിലിരുന്ന് ആവശ്യക്കാർക്ക് നിവേദനം കൊടുക്കാനും പരാതികൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ജില്ല വിട്ടും ജില്ലക്ക് പുറത്തും സംസ്ഥാന നാനാഭാഗത്തു നിന്നും ഈ വീട്ടിൽ വരുന്ന സമയത്ത് ആളുകൾ വരാറുണ്ട്. ആർക്കും ഒരു ആക്ഷേപമില്ല. ചിലപ്പോൾ നമ്മൾ സമയം വെച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഗവൺമെൻറ് സെൻറ്ററിൽ MLA ഓഫീസിലുണ്ടാകും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ പല ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടാകും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് പൊള്ളയായ ഒരു വാദം മാത്രമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഈ മുഖ്യമന്ത്രി നമ്മുടെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, പ്രതിദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വികസനം തന്നെയാണ് പ്രധാന പ്രചാരണ ആയുധം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വികസന സംവാദ സംഗമങ്ങളുമായി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തീരും മുമ്പുള്ള 3-4 ദിവസങ്ങളിൽ മാത്രമാണ് മണ്ഡലത്തിൽ അദ്ദേഹം കാണുക. ധർമ്മടത്തെത്തിയാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഈ ധർമ്മടംകാരുടെ MLA കൂടിയാണ്. എൻ്റെ തൊട്ടുപുറയിൽ കാണുന്നത്, ഈ തൊട്ടുപുറയിൽ കാണുന്ന കൺവെൻഷൻ സെന്ററിൽ അതിൻ്റെ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. MLA ധർമ്മടം@gmail.com എന്ന ഇമെയിൽ വിലാസമുണ്ട്. MLA-യുടേതായി പിണറായി വിജയൻ്റെ MLA പദവിയിലേക്കുള്ള ഇമെയിൽ വിലാസം കൂടിയാണ്. ജനങ്ങൾക്ക് പരാതി അയക്കാം, പരിഭവങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ ധർമ്മടത്തിൻ്റെ MLA ആയ പിണറായി വിജയൻ്റെ ഇവിടുത്തെ മുഖ്യമന്ത്രി നിലയിൽ തിരക്കുകാരനുള്ള അസാന്നിധ്യം അത് ഒരു സാന്നിധ്യമാക്കി മാറ്റാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കളും അണികളും മറ്റുമുള്ളത്. വലിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ ധർമ്മടത്തുടനീളമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. സുമേഷ് മോറാനയ്ക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പിണറായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.